ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാ ചെടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർക്കിഡുകൾ പോലെ പൂക്കളൊക്കെ തരുന്ന ചെടികളായിക്കോട്ടെ, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ തരുന്ന വഴുതന പോലുള്ള ചെടികളായിക്കോട്ടെ, എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജൈവവളമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പരിചയപ്പെടുത്തുകയല്ല, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ വളത്തെക്കുറിച്ച് അറിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലെയുള്ള പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വളത്തിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കണ്ടപ്പോഴേ മനസ്സിലായി കാണും, കടലപ്പിണ്ണാക്ക് അഥവാ കപ്പലണ്ടി പിണ്ണാക്ക്, ഇംഗ്ലീഷിൽ ഗ്രൗണ്ട്നട്ട് കേക്ക്. ഇതിന് മാർക്കറ്റിൽ 40 തൊട്ട് 45 രൂപ വരെയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് അടർത്തിയിടുക. ഇങ്ങനെ അടർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ അടർത്തിയിടുക എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെള്ളത്തിൽ കുതിർന്ന് വെള്ളവുമായിട്ടൊക്കെ ചേരും. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മളിതിൽ ഒരു പിടി എടുക്കുക. ഒരു പിടി എടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ ഈ ഒരു പിടി എന്ന് വെച്ചാൽ ഇത്രയാണ്, കറക്റ്റ് ഇത്രയും, കൂടരുത്. കുറഞ്ഞാലും സാരമില്ല, കൂടരുത്. ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പലരുടെയും കൈ അപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അപ്പോൾ പലരുടെയും കൈ വേറെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു പിടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ കൂടുതൽ എടുക്കരുത്. അങ്ങനെ നമ്മൾ 2 പിടിയാണ് ടോട്ടൽ 1 ലിറ്റർ വെള്ളത്തിൽ എടുക്കുന്നത്. 2 പിടി 1 ലിറ്റർ വെള്ളത്തിൽ. എന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി കുതിർന്നൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് കുതിർന്നൊക്കെ കഴിഞ്ഞൊരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ഇതെല്ലാം വെള്ളത്തിലൊക്കെ ഒന്ന് പിടിച്ച് വരും. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് പുളിപ്പിക്കാൻ വെക്കുകയാണ് 3 ദിവസത്തേക്ക്. അപ്പോൾ ഈ 3 ദിവസത്തിൻ്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് വെക്കാം, 3 ദിവസം കഴിഞ്ഞ് നോക്കാം. അങ്ങനെ 3 ദിവസമൊക്കെ കഴിഞ്ഞു, നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. പുളിപ്പിച്ച് എടുത്തു. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക. ഒരു 3/4 ബക്കറ്റോളം വെള്ളം എടുക്കുക. 9 ലിറ്റർ വെള്ളം എന്തായാലും വേണം. അതിന് കൂടിയ കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറയില്ല. അപ്പോൾ അതിനകത്തോട്ട് നമ്മളിത് ഒഴിച്ചിട്ട് ഇളക്കുവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ തെളി നീര് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇളക്കുവാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ബാക്കി അതിൻ്റെ അത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ചേരാനായിട്ട്. അപ്പോൾ സംഭവം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓർക്കിഡുകളിലൊക്കെ ഇതുപോലൊന്ന് അത്യാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്, ഓർക്കിഡുകളിലൊക്കെ. ഇനി ഇവി വൈൻ പോലുള്ളതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തളിച്ചു കൊടുക്കുക. ഇനി ഒഴിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ തളിച്ചു കൊടുക്കുന്നത്. ഓവർ വെള്ളമായി കഴിഞ്ഞ് ഇതൊക്കെ അളിഞ്ഞു പോകുന്ന ചെടികളാണ്. പിന്നെ കറിവേപ്പ്, അതിനൊക്കെ കുഴപ്പമില്ല, ഇച്ചിരിയേറെ വെള്ളം ചെന്നാലും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോട്ടിൽ, കറക്റ്റ് ചോട്ടിലല്ല, അതിൻ്റെ ഇച്ചിരി മാറി ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ചേമ്പോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ, എങ്കിലേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയുള്ളൂ.
അപ്പോൾ ഓക്കെ, ബായ്, താങ്ക് യു.